Aliens. റൊണാൾഡേ ഡാ നീ എവിടെ? ഞാൻ ആഹാ പുറത്ത് വരെ പോണം. എന്നെ എടുക്കുവാ? ഞാൻ അവിടെ കിടന്നേ അപ്പം പുറത്ത് വരെ പോകുന്ന ഒരു കാര്യം. നീ റൂമിലായിരിക്കും. അല്ല എന്നാ എന്തോ ഇത് തിന്നു നോക്ക്. ഇരിയടാർക്കാ നീ എന്തിങ്ങനെ ധൃതിക്ക് നിക്കണേ? കൊള്ളാലോ. അല്ലല്ലേ, മുത്തിന് ഭയങ്കര ഇഷ്ടാണ്. പെട്ടെന്ന് എനിക്ക് മുത്തിന് ഓർമ്മ വന്നപ്പോ നിനക്കങ്ങ് തന്നതാ. മുത്തല പറയുമ്പോൾ തക്കുടിന് കൊടുക്കാൻ എന്തായിരുന്നു? തക്കുടു ക്ലാസ്സിൽ പോയേക്കുമല്ലേ. എനിക്ക് മുത്തും തക്കുടും നീയൊക്കെ ഒരുപോലെ അല്ലേ. സത്യം. എടാ വേറൊരു സംഭവം ഉണ്ടായിടാ. ഇന്ന് നമ്മുടെ റോസ്മേരിയുടെ മറ്റൊരു അമ്മായി ഉണ്ടല്ലോ, ഒരു ഗൾഫില്. എലിക്കുട്ടി. എന്റെ പൊന്നെ, അവ ഒറ്റ കാര്യമില്ലാതെ സ്ത്രീ എന്നെ വിളിച്ചിട്ടുണ്ടായി. എന്തിന്? എന്തിനായിരിക്കും? ഒന്നുമല്ല, നിന്റെ കൊറേ കുറ്റം പറഞ്ഞ എന്റെ അവര് പറയട്ടെ, ഞങ്ങളുടെ കൊച്ചിന് നിന്റെ കൊണ്ടുവന്ന് കളഞ്ഞു എന്ന്. ആ പെണ്ണുമ്പിള്ളക്ക് അല്ലെങ്കിൽ പണ്ട് പോലെ എന്നെ കണ്ടാടാ. ഞാൻ നല്ല കണക്കിന് പറഞ്ഞിട്ടുണ്ട്. കളയാൻ എന്തോ ഉള്ളേന്ന് ചോദിച്ചു. അവൻ നല്ല അന്തസ്സായിട്ട് പണിക്ക് പോണില്ലേ. കൊടുത്താ നല്ലോണം കൊടുത്ത് സെറ്റ്. ഞാൻ പറഞ്ഞത് മേലാൽ ഇത് ഈ വർത്താനം വേറെ ആരെ പറ്റി വേണമെങ്കിലും കുറ്റം പറഞ്ഞോ, റൊണാൾഡിനെ കുറ്റം പറയാൻ വേണ്ടി ചേച്ചി എന്നെ ഇങ്ങോട്ട് വിളിക്കരുതെന്ന് പറഞ്ഞു. അവരത് പറയണം. ഈ ഏലിക്കുട്ടി ഗൾഫിൽ പോകാൻ നേരം അപ്പച്ചന്റെ പഴയ ഡ്രങ്ക് വെട്ടി കഴുകി തെടച്ച് പെയിന്റ് ചെയ്ത് കൊടുത്തു വിട്ടതാ. എന്നിട്ട് വന്നിട്ട് ഒരു യൂക്കാലി അല്ല ഒരു സോപ്പ് അല്ല ഒരു ബോംബെ പോട് കൊണ്ട് കൊടുത്തില്ലല്ലോ. മുട്ട വേണോ? വേണ്ട, ഇപ്പൊ റോഡി വരെ പോണം. പോയിട്ട് വന്നിട്ട് പോയിക്കാം. റോട്ടി പോകാൻ പോവാ. ഇനി ഞാൻ അവരെ കണ്ട മിണ്ടൂലടാ. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. നീ പൊന്നെ പോലെ തേനേന്ന് പറഞ്ഞല്ലേ നിന്റെ വീട്ടുകാരെ കൊണ്ടു നടക്കുന്നത്. ഇപ്പൊ റോസ്മേരി ആണെങ്കിൽ നീ എങ്ങനെയാ നോക്കണത്? അതേപോലെയല്ലേ നോക്കുന്നത്. വരുമാനത്തിൽ നിന്നാ നോക്കുന്നത്. നിന്റെ വരുമാനത്തിൽ നിന്ന് ഞാൻ അത് ആലോചിക്കുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, അവന്റെ വരുമാനത്തിന് അവൻ ഉടുത്തില്ലെങ്കിലും ഉണ്ടില്ലെങ്കിലും തിന്നില്ലെങ്കിലും ആ പെണ്ണിനെ അയച്ചു കൊടുത്തിട്ടാണ് അവൻ ജീവിക്കുന്നത്. നിങ്ങളെങ്കിലും എന്നെ മനസ്സിലാക്കുന്നല്ലോ തങ്കച്ചേട്ടൻ. ആ നേരത്തെ അവനെ കൂടെ ഒന്ന് വിളിക്കണേ. ആരെ? തക്കുടു മോനെ. തക്കുടിനെ എവിടെ വിളിക്കാൻ? സ്കൂളിൽ നിന്ന്. അയ്യോ, അത് ഇതുമായിട്ട് ബന്ധമില്ലടാ. ഉണ്ട്. ഇല്ല. ഉണ്ട്. ഇല്ല. വെറുതെ ഇവിടെ പല ദിവസങ്ങളിലും ചപ്പാത്തിക്കകത്ത് നെയ് പറ്റ് നിങ്ങൾ നിങ്ങളുടെ രണ്ട് പുന്നാറുടെ മക്കൾക്ക് ഷവർമ പോലെ ചുറ്റി കൊടുക്കുമ്പോൾ മള പഠിച്ച് കൊതിയോടെ തുപ്പരി ഒഴുകി ഞാൻ ഇതിലേക്കൊക്കെ നടന്നിട്ടുണ്ട്. ഒരു കീർത്താണ്ട് ഇത്ര ഒരു പീസ് എന്നാ നിന്നെ മൂടെന്ന് പറഞ്ഞ് തന്നിട്ടില്ല. ഇത്ര കാര്യഗൗരവമായിട്ട് വിളിച്ചത് നിങ്ങൾ കാര്യം കാണുന്നത് പെണ്ണുമുള്ളേ ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ മെമ്പറായപ്പോൾ ഒരുപാട് മിടിക്കും, ഒരുപാട്. അയ്യോ സത്യമായിട്ടില്ല റൊണാൾഡോ, നീ എന്നെ ഇങ്ങനെ പറയല്ലേ റൊണാൾഡോ. ആ എലിക്കുട്ടീനോട് ഞാൻ വാങ്ങറച്ചും വർത്താനം പറഞ്ഞിട്ടാണ് നിനക്ക്. ഞാൻ ഇപ്പൊ റോസ്മേരി വിളിക്കും. ഏലിക്കുട്ടി അമ്മാമ്മയുടെ നമ്പറിൽ വിളിച്ചിട്ട് തങ്കം ചേട്ടത്ത് വിളിച്ചോ എടുത്തില്ലോ ഞാൻ ഇപ്പൊ ചോദിക്കും. റൊണാൾഡോ, അതിന്റെ ആവശ്യം എന്താ ഇപ്പൊ? ആവശ്യം നീ വെറുതെ തേക്കും കഴ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ നടക്കുകയല്ലേ എന്ന് വിചാരിച്ചിട്ടല്ലേ അല്ല. ഈ ക്ലീറ്റോ മച്ചമ്പിക്ക് കൊടുത്ത അനുമോദനങ്ങളൊന്നും എനിക്ക് തരേണ്ട കാര്യമില്ല. പൊതുവെ കഴകനെന്നൊരു പേരുണ്ട്, അത് വിളിച്ചു. നീ പേരൂടെ ചാർത്തി തരല്ലേ? വിളിക്കാൻ പറ്റോ ഇല്ലയോ? കൊച്ചവിടെ, ഞാൻ പോകുന്നത് ഇവിടെ. രണ്ട് തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. കൊച്ചിനെ അവിടെ നിന്ന് വിളിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് നീ അങ്ങ് പൊക്കോ. അപ്പൊ എനിക്ക് പോകേണ്ട കാര്യം താമസം. എന്ത് സാധനം നിനക്ക് എനിക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം പീറ്റർ അവിടെ വരും. അവന് ഓരോ സ്പെയർ പാർട്സ് കടന്ന് ഓരോ സാധനം എടുത്തു കൊടുക്കണം. അതിനെനിക്ക് ഒരു ചെറിയ കമ്മീഷൻ കിട്ടും. നീ ഒരു കാര്യം ചെയ്യ്, നീ ഏലിക്കുട്ടീനെ വിളിക്ക, ഞാൻ പീറ്ററിനെ വിളിക്കാം. അതെങ്ങനെ ശരിയാവും? അത് ശരിയാവും. അതെങ്ങനെ? നീ പീറ്ററിന്റെ അടുത്തോട്ടല്ല പോകുന്നത്. ആണോ? വിളിച്ചിട്ടുവാടാ. അതൊക്കെ സ്കൂൾ ബസ് ചെയ്യാൻ വരത്തില്ലേ? ഇവിടെ നിങ്ങോട്ട് നിങ്ങൾ കൊണ്ടുവന്നാ പോലെ. അതല്ലേ കുഴപ്പം. എന്ത് കുഴപ്പം? സ്കൂൾ ബസ് കഴിഞ്ഞിട്ട് അവന് കിസ് മത്സരം ഉണ്ട്, അതുകൊണ്ടാ. പക്ഷെ ഒരു കാര്യം മനസ്സിൽ വെച്ചു, ഉപകാരങ്ങൾക്ക് എപ്പോഴും റൊണാൾഡോ വേണം. നിങ്ങൾ പൊന്നാങ്ങളെ അമ്മച്ചി അമ്മാവനും അമ്മായിടെ കയറുമ്പോൾ എൻ്റെ മണ്ടക്കെട്ട് കയറുന്ന പരിപാടി അങ്ങ് നിർത്തിക്കും. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇതേപോലുള്ള പരിപാടികളിൽ ഞാനും പിന്നോട്ട് പോകാം. ഓക്കെ, എനിവേ ചപ്പാത്തി റോൾ സൂപ്പർ. തിരിച്ചു വരുമ്പോഴത്തേന് നേരത്തെ പറഞ്ഞ മുട്ട പിഴിഞ്ഞ് വെക്കൂ. അവൻ എന്തൊരു മത്സരം എന്നാ പറഞ്ഞത്? കിസ്. കിസ് കിസ് എന്ന് പറഞ്ഞ ഉമ്മയല്ലേ? മറ്റേത് അതെ അതെ അതെ. മുട്ട പുഴുങ്ങിയിട്ട് നൂല് വെച്ച് നിറയെ
ഇങ്ങനെ രണ്ടാക്കിയിട്ട് അതിനകത്ത് ഉപ്പും കുരുമുളകും. ഓക്കെ, സെറ്റ്. എന്നെ കൂടെയൊക്കെ മുതലാക്കാൻ പറ്റുന്ന സമയത്തേ പറ്റും. എന്നാ പിന്നെ 4 മുട്ടയും കൂടി മേടിച്ചിട്ട് പോരാ. മുട്ടയില്ലായിരുന്നു, ഞാൻ പൈസ ഇല്ല. നീ ഒരു 20 രൂപയുടെ കപ്പലിന് കിടക്കുന്നു. ഇനി പൈസ ഇല്ല. നിന്റെ കയ്യിൽ എന്നാണ് പൈസ ഉള്ളത്? വെറും പോക്കറ്റിൽ ഇങ്ങനെ ഇറങ്ങിക്കോണം. ഇനിയിപ്പം ഇനിയിപ്പം എങ്ങനെ ഇങ്ങനെ പോയാലും സമയങ്ങൾ പോവാണല്ലോ. നമസ്കാരം. നമസ്കാരം. ഇത് പരിപാടി നീ എവിടെ പോകുന്നു? തക്കടൂരെ കിസ് കോമ്പറ്റീഷൻ സ്കൂളിൽ. അപ്പൊ ഉച്ചവരെ ഉള്ളു, വിളിക്കാൻ പോവാ. ഓ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ കഴിഞ്ഞപ്പോ അങ്ങ് ചെല്ലും. എന്താ ഇവിടെ? ഓ ഞങ്ങളിങ്ങനെ ചില പരിപാടിയായിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്ത്? നമ്മുടെ വാർഡിലെ പുനരുദ്ധാരണമില്ലേ, അതിനെപ്പറ്റി ഒരു സർവേ നടത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് ഇങ്ങനെ. അതിന് നിങ്ങൾ തോറ്റ പാർട്ടിക്കാർ സർവേ എടുത്തേണ്ട കാര്യം എന്താ? അത് ജയിച്ച പാർട്ടിക്കാരല്ലേ നോക്കുന്നത്? തോറ്റ പാർട്ടിക്കാരാണ് സർവേ ഇപ്പൊ നടത്തേണ്ടത്. എന്തിന്? അതാണ് 5 വർഷം കഴിഞ്ഞ് വീണ്ടും ഇലക്ഷൻ വരൂല്ലേ, അപ്പൊ ജയിക്കണ്ടേ? കിട്ടിയ 5 വർഷം നല്ല രീതിയിൽ സർവേ എടുത്തായിരുന്നു, ഇപ്രാവശ്യം ജയിക്കത്തില്ലായിരുന്നോ? അത് മോശമായിട്ടല്ലേ 8 നില പൊട്ടിയത്. കറക്റ്റ്. നിന്റെ അടുത്ത് ഉണ്ടായിട്ടോ എടേ റൊണാൾഡോ, ഈ ഇലക്ഷനൊക്കെ ആകുമ്പോഴേ തോക്കുകയും ചെയ്യും ജയിക്കുകയും ചെയ്യും. അതൊക്കെ സ്വാഭാവികമാണടാ. നമ്മൾ അതിനൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആയിട്ട് എടുക്കണം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് നിങ്ങൾ പോകുന്നില്ല? അല്ല, 3-4 ആൾ കൂടെ വേണം. വരുമോ? വരും. വരൂല്ല, ഒപ്പിക്കണം. നിങ്ങൾ തോറ്റ് കഴിഞ്ഞപ്പോഴത്തേന് അണികൾ മൊത്തം പൊഴിഞ്ഞു പോയല്ലേ? നീ ഒന്ന് മിണ്ടായിരടെ. അല്ല അപ്പം നീ ഇന്നെ ഇപ്പൊ പാർട്ടി പരിപാടിക്കൊന്നും കാണുന്നില്ല. തോറ്റ നിങ്ങളോട് വന്നിട്ട് എനിക്കെന്ത് ഗുണം? അപ്പൊ ഞങ്ങൾ തോറ്റുണ്ട്, നീ ഞങ്ങളെ അങ്ങ് വിട്ട്. നിങ്ങളെ നല്ല ഞാൻ ഒരു പാർട്ടിയുടെയും കൂടിയില്ല. ഞാനിപ്പോ പണിയും കാര്യങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുമല്ലേ. പറഞ്ഞില്ലേ അതിന് സാൾട്ടസിന്റെ വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോകുന്നു. സാൾട്ടസിന്റെ വർക്ക്ഷോപ്പ്? അല്ല, അത് നമ്മുടെ വർക്ക്ഷോപ്പിൽ പണി കുറവേണ്ടേ. ഞാൻ തൽക്കാലത്തേക്കൊന്നും അത് വിട്. നിങ്ങൾ ഈ വാർഡ് പുനരുദ്ധാരണം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എടാ, വാർഡ് പുനരുദ്ധാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വീടുകളിലും കയറി ഇറങ്ങിയിട്ട് അവരുടെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും ആദ്യം. അതായത് സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നുണ്ടോ, കക്കൂസ് ഉണ്ടോ, വെള്ളം കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ, പെൻഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ, ഇനി ഏതെങ്കിലും റോഡുകൾ ടാർ ചെയ്യാനുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള വഴി സൗകര്യങ്ങളുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ ഞങ്ങൾ ഇത് ഡേറ്റ ആയിട്ട് കളക്ട് ചെയ്യും. ഇത് എന്തിനാണെന്നറിയാമോ? ഇത് വെച്ചിട്ട് വേണം അടുത്ത 5 വർഷം കഴിയുമ്പോൾ നമ്മളൊരു പ്രകടന പത്രിക ഉണ്ടാക്കും. എന്നിട്ട് ഈ വികസനങ്ങളെല്ലാം ഞങ്ങൾ നടത്തുമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഇലക്ഷനെ അഭിമുഖീകരിക്കും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, തോറ്റ നിങ്ങൾ ഈ വീടുകൾ തോറും കയറി ഇറങ്ങി ചോദിച്ചാൽ അവർ മറുപടി പറയുന്നുണ്ടോ? കറക്റ്റ്. റൊണാൾഡോ, നീ ഒന്ന് പോയാ. ഇന്ന് ഇവനെ പച്ചയ്ക്ക് കുഴിച്ചിട്ട് നിന്റെ അടുത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പറയരുതെന്ന്. ഒരു ബോധം വേണ്ടേ? നീ സ്വന്തം പല്ല് കുത്തി മണപ്പിക്കുക. നീ തന്നെ കൊണ്ടായി. ഞാൻ പോണു. നീ പോ. എടാ, ഇതേ പുനരുദ്ധാരണം. നീ വാടാ. ചേടാ, ഇപ്പം കശത്തിരുന്നുമില്ല, ഒറ്റാലി കിടന്നതുമില്ല. അമ്മേ കാലൊന്ന് നോക്കിക്കേ. എന്തു പറ്റി? ഈ വിഷം വെച്ചിരിക്കുന്നു. എന്റെ പെൻഷൻ ഇതുവരെ കിട്ടിയില്ല. വരുമല്ലോ, സമയത്ത് കിട്ടണ്ടേ. ഒരാള് പെൻഷൻ വന്നില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നു. എന്താ പെൻഷൻ വന്നില്ലേ? ഇല്ല. ഞാൻ നോക്കാം, നമ്മളെ പങ്കൊന്നും കിട്ടിയില്ലല്ലേ. നീ പെൻഷൻ കിട്ടിയപ്പോ അത്യാവശ്യം എന്ത്? പെൻഷൻ കിട്ടാൻ അത്യാവശ്യം എന്തെന്ന്? പെൻഷൻ എന്തിനാണെന്ന് എനിക്ക് കാശിന്റെ ആവശ്യമൊന്നുമില്ലേ. എടാ, എനിക്ക് മരുന്ന് വാങ്ങിക്കണ്ടേ, ചിട്ടിക്ക് കൊടുക്കണ്ടേ, നിങ്ങൾ ചോദിക്കുമ്പോൾ വാരി തരണ്ടേ. ഇതൊക്കെ ഈ പെൻഷനെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ടാണ് ഞാൻ ഓരോരോ ആവശ്യം. അതെങ്കിൽ വരുമെന്നേ. പെൻഷൻ വരാതെ ടെൻഷൻ അടിക്കാൻ വേണ്ടി ഞാൻ വരച്ചപ്പോഴും ആർക്കാ സുഖമില്ലെന്ന് തോന്നുന്നില്ല. പൈസ വരാൻ വേണമെങ്കിൽ ഏട്ടൻ തരത്തില്ല, പിന്നെന്തോ. സമയം പെൻഷനൊക്കെ ഇതുവരെ മുടങ്ങിയിട്ടുണ്ട് അമ്മയ്ക്ക്? ഇല്ലല്ലോ. സർക്കാർ എന്തൊക്കെ ബുദ്ധിമുട്ടെന്ന് അറിയാമോ? ഇപ്പൊ അംഗനവാടി ടീച്ചർമാർക്ക്, ആശാ വർക്കർക്ക്, ഹെൽപ്പർമാർക്കൊക്കെ 1000 രൂപ ഇൻക്രിമെന്റ് ഉണ്ട്. ഇപ്പോ 18 വയസ്സിനും 35 വയസ്സിനിടയിലുള്ള യുവജനങ്ങൾക്ക് 5 ലക്ഷം പേർക്കാണ് 1000 രൂപ ഇപ്പൊ സ്കോളർഷിപ്പ് ആയിട്ട് കൊടുക്കുന്നത്. ഇതെല്ലാവരും കൂട്ടിക്കെട്ടി വരുമ്പോൾ അല്പം താമസിക്കും, ക്ഷമിക്കണം. ഓ, അത്യാവശ്യം മരുന്നിലോട് ഞാൻ മേടിച്ചോണ്ടിരാ. അല്ല, പെൻഷൻ വരാത്തോണ്ട് ഞാൻ പറഞ്ഞതാണ്. പറഞ്ഞത് എല്ലാ മാസം മുടങ്ങും കണക്കാണ്. എന്താ മൂവർ സംഘം? അമ്മയ്ക്ക് ഇതുവരെ പെൻഷൻ വന്നില്ല, അതിന്റെ ടെൻഷൻ. അപ്പൊ അതിന്റെ കാര്യമൊക്കെ ഏട്ടൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അല്ല, ഇവൻ കാര്യം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ അമ്മ എന്തിനാ ടെൻഷൻ അടിക്കണേ? അല്ല, 62 ലക്ഷം പേർക്ക് കിട്ടുന്ന പെൻഷൻ അമ്മയ്ക്ക് കിട്ടാതിരിക്കോ? പിന്നെ അല്ല, അതിപ്പോ എനിക്ക് മനസ്സിലായി.
അല്ലെങ്കിൽ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥനായ മോൻ വേണ്ട പണം, പിന്നെ എന്തിനാ അമ്മ വിഷമിക്കുന്നത്? ഓ പിന്നെ മെമ്പർ മോള് ആ അതും കൂടെ പറ. എല്ലാം തികഞ്ഞൊരു മാതാവ്. ഇനി വേറെ സന്തോഷം കൂടി കാണിച്ചു തരട്ടെ. അയ്യോ എന്താടേ ദേടാ ഇതെവിടുന്ന്? തക്കടുവിന് കിട്ടിയതാ. ക്ലാസ്സിലെ ക്വിസ് മത്സരം നടത്തിന്ന്. അപ്പൊ അവന് ഫസ്റ്റ് ടീച്ചർ കൊടുത്തതാ. വേണ്ടാ, കൊച്ചിനെന്റെ ബുദ്ധിയാണ്, അതുകൊണ്ട് അവന് സമ്മാനം കിട്ടി. മാമനല്ലേടി, എന്റെ ബ്ലഡാണത്. അല്ലേ ഇതൊക്കെ ചോദ്യം ഉത്തരം പറഞ്ഞങ്ങനെ കൊച്ചിന്റെ അച്ഛന്റെ ബുദ്ധി കിട്ടൂലേ? ആ കണക്ക് തന്നെ. എന്താ, അല്ലെങ്കിൽ തള്ളയുടെ ബുദ്ധി കിട്ടൂലേ? എനിക്ക് മാമിയുടെ ബുദ്ധി കിട്ടൂലേ? അമ്മയുടെ ബുദ്ധി ലില്ലി മോളെ, അമ്മ. ആ ദാ ബുദ്ധിമാനായ സഹോദരനും ഭർത്താവും വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നത് ആരാ വന്നേക്കണേ നോക്കിയേ. ദേ ഇവിടെ ആരാ? ആ നീ ഇവിടെ ഉണ്ടോ? എടാ ഓ അപ്പുണ്ണിമാമൻ. ആ പുണ്യമ്മ, ഈ വഴിയൊക്കെ അറിയോ? ആഹാ അപ്പുണ്ണി ഞങ്ങളെയൊക്കെ അറിയോ? അതെന്തോന്ന് വർത്താനം ചേച്ചി, നിങ്ങളൊക്കെ എനിക്ക് മറക്കാൻ പറ്റുമോ? തങ്കം, ഓ നിനക്ക് എത്ര പിള്ളേര്? എനിക്ക് 2 പേര്, ഒരു മോനും ഒരു മോളും. അല്ല ഇതെന്തോന്ന് വെളിയിൽ നിന്ന് കഥ പറഞ്ഞിട്ട് ഒരാൾ വന്ന് അകത്തോട്ട് കയറി ഇരിക്കാൻ പറയാനുള്ളൊരു മര്യാദ. കയറുമോ മാമ, കയറും. കേറോ മാമ ഇരിക്കി, ഇരിക്കാമോ? മാമ ഇരിക്കി. അയ്യോ ഒന്നും പറയണ്ട, ഞാനേ നമ്മളെ കൃഷി ഓഫീസിൽ അമ്മാവന്റെ ഒരു ആവശ്യമായിട്ട് നിൽക്കായിരുന്നു. ഓ നിന്നപ്പോ പെട്ടെന്നൊരു വിളി പറയുന്നത് ക്ലീറ്റോ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ഈ മഹാൻ. എനിക്ക് ആദ്യം അങ്ങോട്ട് മനസ്സിലായില്ല കേട്ടോ, പക്ഷെ കുറെ ആയില്ലേ കണ്ടിട്ട്. പിന്നെ അടുത്തോട്ട് എന്ന് കഥയൊക്കെ പറഞ്ഞു. ഞാൻ പറയുന്നത് നമുക്ക് വീട് വരെ വന്നൊരു ചായയും കുടിച്ചിട്ട് പോവാന്ന് പറയുമ്പോ ആ പിന്നെന്താ, എന്തായാലും നന്നായില്ലേ, ഇപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാറില്ലല്ലോ. അതെ, വലിയ രാഷ്ട്രീയ നേതാവായി പോയില്ലേ? അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്ക് പേപ്പറിൽ ഫോട്ടോ ഒക്കെ ഉണ്ട്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. ഈ സമ്മേളനം ഉദ്ഘാടനം അത് ഇതൊക്കെ വരുമ്പം വരും ഫോട്ടോ. രാധാമണിയും പിള്ളേരും ഒക്കെ സുഖമായിട്ടിരിക്കുന്ന. ഓ എന്തൊരു സുഖമാണ്. അവക്കാണെങ്കിൽ വാദത്തിന്റെ അസുഖമാണ്, 1 ഇഞ്ച് നടക്കാൻ വയ്യ. എന്ത് ചെയ്യും? വയസ്സായില്ലേ. ഈ രാജന്റെ കുടുംബമൊക്കെ ആ ഇതേ അതങ്ങ് ബന്ധം പുലർത്താനുള്ള സംവിധാനത്തിലൊക്കെ ഇരിക്കുന്നു. പോണ കൂടിയാണ്, പോണ കൂടി. അവൻ പണ്ടേ ഭയങ്കര അടിയല്ലേ, അവൻ നന്നാവൂല. ഒക്കെ പറഞ്ഞിട്ട് കാര്യമല്ല, ഓരോന്ന് വരാനുള്ളത് അല്ലേ മാമ? നിങ്ങളെ കുടുംബം നല്ല സന്തോഷത്തിൽ കഴിയുകയാണല്ലേ? നമ്മള് പിന്നെ പണ്ടേ കൂട്ടുകുടുംബം അല്ലേ, ആ അപ്പൊ ഇണക്കവും ഇണക്കൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഞങ്ങളെല്ലാം തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. ഓ ഈ ഇവിടത്തെ റെസിഡൻസ് അസോസിയേഷനിലെ എല്ലാരും പറയും ഈ കുടുംബത്തെ കണ്ടുപഠിക്കണമെന്ന്. അതാണ് കുടുംബം. മാമന് ചായ എടുക്കട്ടെ? ഓ ഇതുവരെ വന്നേരെ ഒരു ചായ കുടിച്ചു കളയാം. ആ പിന്നെ അവനെ ആളെ മനസ്സിലായിരുന്നോ? ഇത് നിന്റെ എന്റെ പെണ്ണ ലില്ലി, അറിയാം. വായിച്ചി. ഓ അതിനെന്ത് ഇവിടെ സൗകര്യമില്ലാത്തത്? ഇവിടെ മാവനൊന്ന് മൂത്രം ഒഴിക്കണം. അതാണ് ഇത്ര രഹസ്യം. പിന്നെന്താ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടാവോ? അതിന്റെ സൈഡിൽ ലൈറ്റിന്റെ സ്വിച്ച് അവിടെ തന്നെ ഉണ്ട്, അത് ഇട്ടാ മതി മാമ. ഇത്തിരി കഷ്ടമാണ്, പാവം. എന്തിനടാ ഈ എണ്ണം കെട്ടോ ഇങ്ങോട്ട് വലിച്ചോണ്ട് വന്നത്? ഇവന്റെ അച്ഛനുണ്ടായിരുന്നപ്പോഴേ ഈ ചെറിയ മുറ്റത്ത് കാല് കുത്തത്തില്ലായിരുന്നു. മനസ്സ് നിറയെ കുശുമ്പാണ്. ഓ ഭയങ്കര കമ്പയറാണ്. എവിടെ നോക്കുന്നു അവിടെ പൊക്കിയെടുത്തോണ്ട് പോണവനാണ്. പറയാതിരിക്കാൻ നിവർത്തിയില്ല. ചുമ്മാ വിളിച്ചപ്പോ തന്നെ വരാന്ന് പറഞ്ഞ എല്ലാരും കാണാന്ന് പറഞ്ഞ് വന്നത്. ആവശ്യമില്ലാതെ പറയണത്. മാമൻ പോയാ? ഇല്ലടി. ചായ കുടിക്കാമോ? നേരെ മധുരം ഇട്ടിട്ടുള്ളൂ കേട്ടോ. അത് മതി, അത് മതി. നല്ല ചായ. നാത്തിനും ഇവിടെ പോരൊന്നുമില്ലല്ലേ? അല്ല പല സ്ഥലങ്ങളിലും പോരുകയാണ്, അതുകൊണ്ട് ചോദിച്ചു. അയ്യോ ഞങ്ങള് തമ്മിൽ ഒരു കുഴപ്പമില്ല. ഒരു അല്ല മകളെ, നീ മുമ്പറല്ലേ? നീ പരിപാടിയൊന്നും ഇല്ലായിരുന്നു ഇവിടെ? പോണ ഉച്ചക്ക് ശേഷം പോയാൽ മതി. കൊറേയൊക്കെ ഫോണിൽ വിളിച്ചൊക്കെ അതെല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഓ ഓ ഓ മുമ്പറല്ലേ? അപ്പൊ അതുകൊണ്ട് ഫോണിലേക്ക് വിളിച്ച് സംസാരിക്കായിരിക്കും. അതെ 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 അതെ. ഇനിയിപ്പോ എങ്ങോട്ടാ?
ഞാൻ വീട്ടിലല്ലേ ഇവിടെ പോവാൻ. ഓ ഞാൻ വിളിച്ചിട്ട് തന്നെ തിരക്ക് ഞാൻ ഇന്ന് പറഞ്ഞോ പിന്നെ ഒരു ദിവസം വന്നാൽ മതിയാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ പിടിച്ച പിടിയെ ഞാൻ മതി മക്കളെ കുടി. അയ്യോ അപ്പടിയും കുടിച്ചില്ലല്ലോ. മതി മതി മതി. ചോറ് തിന്നിട്ട് പോവായിരുന്നു. വേണ്ട വേണ്ട വേണ്ട. പോവാണ് ശരി പിന്നെ ഇനി ഒരു ദിവസം അവിടെ എന്നെ അന്വേഷിക്കുന്ന ഞാൻ ഇല്ലെങ്കിൽ ശരിയാകും. ആ ശരി 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 പിന്നെ നമ്മള് ഇരിക്കുകയല്ലേ? ആ. അപ്പൊ മക്കളെ പാട്ടാ ശരി എന്നാ. പങ്കാണോ? ഞാൻ അങ്ങോട്ട് വരണോ? വേണ്ട ഞാൻ വയ്ക്കോളാം. ആ, ശരി. ആ. ചേട്ടാ മേലാൽ ഇതുപോലത്തെ എണ്ണംകൊട്ടന്മാരെ വിളിച്ചോണ്ട് ഇവിടെ വന്നേക്കരുത്. ചേട്ടാ പോയതിനു ശേഷം ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാലേ എല്ലാവർക്കും കൂട്ടത്തോടെ അങ്ങ് അനുഭവിക്കാം. എന്തമ്മ ഈ പറയണത്? എന്താന്നാ ചുമ്മാ ഇതൊക്കെ ഏത് കാലത്ത് ജീവിക്കും നമ്മളൊക്കെ? ഇതാടി ഇവന് ചുമ്മാ ആവശ്യമില്ല. ഒന്നുകൊണ്ടും രണ്ടുകൊണ്ടും ഇവൻ പഠിക്കത്തി. കേട്ടനാ നേരം പറഞ്ഞേക്കണേ. മോശമല്ലേ ഒരാൾ വീട്ടിൽ കയറി വരുമ്പോ? അയ്യോ, 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 മോശം. വാ അങ്ങോട്ട്. ചുമ്മാ തല്ലും പിടിച്ചോണ്ട് വാ. നിങ്ങൾ തരി അവൻ കിടന്ന് അനുഭവിക്കും. പിന്നെ പറയണ്ടേ എന്നാ? വയസ്സാകുമ്പോ അങ്ങനെയൊക്കെ തന്നെ അല്ല കേട്ടെങ്കിൽ എന്ത് ചെയ്യായിരുന്നു നമ്മള്? ഈ കേൾവി കുറവുണ്ട്. എടി പെണ്ണേ, ഈ അപ്പുണ്ണിയുടെ കുടുംബചരിത്രം മൊത്തവും എനിക്കറിയാം. ഈ മാന്തോടി കുടുംബക്കാരെന്ന് പറഞ്ഞാൽ വലിയ പ്രമാണിമാരായിരുന്നു. അവൻ്റെ അച്ഛൻ്റെ പേര് പാക്കരൻ. എൻ്റെ പൊന്നേ, അവൻ ജീവിച്ചിരിക്കുമ്പോൾ ആ വഴി ആർക്കും ഒരു പെണ്ണുങ്ങൾക്ക് കടന്നു പോകാൻ പറ്റത്തില്ല. അത്ര ആവാസൻ. പക്ഷെ ഈ മാമൻ അങ്ങനെയല്ല. ഇതങ്ങനെയില്ല. ഈ അമ്മ പറഞ്ഞ പോലെ കണ്ണേറക്കൊണ്ടോന്ന് ആർക്കറിയാം? അതറിയാൻ പാടില്ല. പക്ഷെ അമ്മ അവനെ കാണുമ്പോ ഒരു പാവത്താനെ പോലെ തോന്നുന്നു. കുശുമ്പൻ പോമേ തന്നടി കമ്പയർ. എൻ്റെ പൊന്നെ സഹിക്കാൻ പറ്റത്തില്ല. എവിടെ കയറുന്നോ അവിടെ നശിക്കും. വർത്താനൊക്കെ കേൾക്കാൻ നല്ല വർത്താനം കേൾക്കാൻ നല്ല രസം. കിമ്പേറുണ്ടോന്നൊന്നും അറിയാം. എന്ത് ചെയ്യാൻ പോണ്ടി കായ? കായ എന്ത് ചെയ്യാൻ പോണെ? നോക്കിക്കമ്മേ. ചേച്ചി എന്തിനാ ചേച്ചി അതെടുത്ത് ഇവിടെ വെച്ചത്? നിനക്ക് കണ്ണു മൂക്കൊന്നുമില്ല. സത്യമായിട്ട് ശ്രദ്ധിച്ചില്ല ഞാൻ. ഇത് തരിപ്പണമായി പോയി. ആ പാത്രം കണ്ടുപോലും ഒന്ന് കൊതി തീർന്നില്ലല്ലോ. എൻ്റെ ചെറുക്കൻ പാടുപെട്ട് വാങ്ങിച്ചത്. ഇങ്ങനെ ചെയ്യരുതില്ലേ ചേച്ചി. ഞാൻ അറിഞ്ഞോണ്ട് ചെയ്യുവോ ചേച്ചി? അറിഞ്ഞോണ്ട് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും സാധനം പൊട്ടിയില്ലേ? ഞാൻ എന്താന്നറിയാം, ഞാൻ ഇത് കഴുകിയിട്ട് ഒരെണ്ണം ഇവിടെ വെച്ചിട്ട് അടുത്ത കഴുകാൻ ഇത്രയും വലിയ പാത്രം അവിടെ ഇരിക്കുന്നത് നിനക്ക് അതാ പറഞ്ഞത് മതിമറന്ന് നടക്കുമെന്ന്. ഇപ്പൊ ഞാൻ മനഃപൂർവ്വമാണ് തള്ളിയിട്ടത്. മനഃപൂർവ്വമാണോ അല്ലോ എന്നുള്ളതല്ല. കഷ്ടപ്പെട്ട് വാങ്ങിച്ചാണെന്നുള്ള അതിന്റെ വില എനിക്കറിയാൻ പാടില്ല. പിന്നെ വലിയ കാര്യം. പിന്നെ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചെന്ന തീരുവല്ലോ. വാങ്ങിച്ചെന്ന കൊച്ചു സമ്മാനം കിട്ടിയ സാധനമാവോ? അതിപ്പോ അറിയാതെ എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ സംഭവിച്ചു പോയില്ലേ? പിന്നെ നീ കിടന്ന് ചാടണ എന്തിനാ? ചേച്ചി ഇങ്ങോട്ട് ചാടിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് ചാടുന്നത്. നിങ്ങളൊന്ന് നിർത്തേ. ചേട്ടാ നിങ്ങൾ നാക്കിലിട്ട് അലച്ച് അയലോക്കത്താരെ അറിയിക്കല്ലേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ ഇവിടെ വരുന്നത് അനർത്ഥത്തിനാണെന്ന്. ഇതും അത് കാരണം സംഭവിച്ചതാ. അവൻ ഒറ്റ കാരണം ഇത് സംഭവിച്ചിരിക്കുന്നത്. സത്യം. എടാ നിനക്ക് പറ്റൂലെങ്കിൽ പറ്റൂലെന്ന് പറഞ്ഞായിരുന്നു. നീ സമ്മതിച്ചിട്ടുണ്ടല്ലോ ഞാൻ ഏറ്റത്. എടാ എനിക്ക് സമയമില്ലാത്തോണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. നിനക്ക് സമയമില്ല. എനിക്ക് സമയം. എനിക്ക് 100 കാര്യങ്ങളുണ്ട്. ആ 100 കാര്യത്തിൽ ഒരു കാര്യം സമ്മതിച്ചിട്ടില്ലേ കൊണ്ട് നടക്കുന്നത്? എന്നെ പോലെ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ ഒപ്പിട്ടിട്ട് പറഞ്ഞ പരിപാടിയല്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ നടും, നീ വെള്ളം ഒഴിക്കും. വെള്ളക്കിടക്ക് ഞാൻ പോയി നോക്കണം. വെള്ളം ഒഴിക്കാൻ എനിക്ക് സമയം കിട്ടില്ല. പിന്നെ ഈ ചേമ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആരും വെള്ളവും വളവും കൊടുത്ത് വളർത്തിയ സാധനമല്ല. അത് കാട് കയറി അങ്ങ് വളരണതാണ്. അത് വളർന്നോളും. അതിന്റെ വിവരമില്ലായ്മയാണ്. എന്താ വിവരമില്ലായ്മ? വല്ല ബോധമുണ്ടാടി? ചേമ്പായാലും മരിച്ചില്ലാലും തെങ്ങാണെങ്കിൽ ശരി നമ്മൾ പരിപാലിക്കുമ്പോലിരിക്കും. ഈ ദിവസവും ചേമ്പാണ് 24 മണിക്കൂർ തിന്നണത്. നീ എന്താ കർഷക ശ്രീ പട്ടം വാങ്ങിക്കാൻ പോണം? എനിക്ക് ചേമ്പ് ഉണ്ടാക്കാൻ പറ്റൂല. സൗകര്യം ഇപ്പൊ എനിക്ക് സൗകര്യം. അടുക്കളയിൽ ഇത് ഒന്നിപ്പോ ഇങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവിടെ തുടങ്ങി വലിയ കഷ്ടമാണ്. പിന്നെ അല്ലാതെ എങ്ങനെ പറയാതിരിക്കാമോ? അവിടെ കാട്ടില് ആ കാട്ട് ചേമ്പ് അതിന് ഞാൻ വെള്ളം ഒഴിച്ചില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് 100 കാര്യങ്ങളുള്ളതല്ലേ. ഏറ്റതുകൊണ്ടല്ലേ അവന് ചോദിക്കുന്നത്? അയ്യോ അവക്ക് ആങ്ങളെ പറഞ്ഞതെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പെരുവഴി കിടക്കണതാണല്ലോ. നിന്റെ ഇടയ്ക്ക് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ആ സാമദ്രോഹി കപ്പുണ്ണി ഇവിടെ വന്ന് കയറിയത് നാശത്തിനാണെന്ന്. അപ്പൊ നിങ്ങൾക്കൊന്നും വിശ്വാസം ആയില്ലല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ദാണ്ട ഈ ദോഷങ്ങളൊക്കെ മാറണമെങ്കിൽ
ഏതെങ്കിലും അമ്പലത്തിൽ പോയി ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഇതൊന്നും അല്ല ഇവിടെ സംഭവിക്കാൻ പറ്റുന്നത്. ഓ നശിച്ചവനോട് വന്ന കാര്യം ഇവിടുത്തെ മഹാലക്ഷ്മി ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഛോ, ഇതൊരു കുഴപ്പമാണെന്ന് പറഞ്ഞു. കഴിഞ്ഞാന്ന് വെച്ചാൽ എന്താണ്, നീ നിനക്കറിയാലോ, ഇവിടെ എല്ലാവർക്കും അറിയാം, ഇവിടെ കൃത്യമായിട്ട് കാര്യം എന്റെ സ്വഭാവം നിനക്കറിയാലോ. നീ തൊട്ടേനും എന്റെ സ്വഭാവത്തിന് എന്തടി കുഴപ്പം? അയ്യോ ഒന്നുമില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല എന്റെ പൊന്നെ. കൊടുക്കാം മറ്റേ സുമതി അമ്മയാ. എന്ത് സുമതി, ഞാൻ ഒന്ന് മര്യാദയ്ക്ക് സംസാരിച്ചത്. നിനക്ക് പെൻഷൻ വന്നാ? അയ്യോ അപ്പൊ എനിക്കും പെൻഷൻ വന്ന് കാണും അല്ലേടി. ശരി, ഞാൻ ചെറുക്കൻ്റെ ഒന്ന് കൊടുത്ത് നോക്കിക്കാം. ഡാ, സുമതിക്ക് പെൻഷൻ വന്ന് എനിക്ക് പെൻഷൻ വന്നൊന്ന് നോക്കിയാണ്. ഓ കോളടിച്ചേ. രാവിലെ സർക്കാരിനെ കുറ്റം പറഞ്ഞിരുന്നത്. രാവിലെ എന്തൊരു വിഷമമായിരുന്നു, പെൻഷൻ വന്നില്ല വിഷമിക്കൂലേ? ഇപ്പൊ സന്തോഷായില്ലേ? എന്നെ സന്തോഷിക്കത്തില്ലേ? അപ്പൊ ഈ സന്തോഷം കൊണ്ടുവന്ന ആരാ? ഇപ്പൊ ഈ സന്തോഷം കൊണ്ടുവന്ന ആരാ? അപ്പുണ്യാമ. അപ്പുണ്യാമ നമ്മ സന്തോഷം പോയെന്നല്ലേ പറഞ്ഞത്. അത് നേര്. അല്ലെങ്കിൽ തന്നെ എന്റെ പൊന്നമ്മ, ഇവർക്ക് വഴക്കിടാൻ വേണ്ടി ആരെങ്കിലും കണ്ണുപെടേണ്ട കാര്യമുണ്ടോ? ഇവർ ജനിച്ച് വീണതേ വഴക്കിടാൻ വേണ്ടിയിട്ടാ. ഒരാള് പറഞ്ഞാൽ ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല, ഇയാള് പറഞ്ഞാൽ അങ്ങോർക്ക് ഇഷ്ടപ്പെടില്ല. എന്റെ പൊന്നേ. ശരി, അപ്പൊ കുറച്ചു മുമ്പ് നിങ്ങൾ തമ്മിലോട് കൂടി എന്തിനായിരുന്നു? ഞങ്ങളെങ്ങനെയാ? ഞങ്ങൾ ഇങ്ങനെയാ. നീ മര്യാദയ്ക്ക് വെള്ളമിടാ. ആ പറഞ്ഞത് മര്യാദ. ഇങ്ങനെ മര്യാദയ്ക്ക് പറഞ്ഞാൽ ഞാൻ ഒഴിക്കൂലേ തങ്കം. പിന്നെ വെള്ളം ഒഴിക്കാം. വട്ടാനാടി.